13 വയസ്സുകാരി സ്വന്തം മുത്തച്ഛനെ കൊട്ടേഷൻ കൊടുത്ത് കൊല്ലിച്ചു. എല്ലാവർക്കും നക്ഷത്ര വ്ലോഗ് എന്നെൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. തിങ്കളാഴ്ച രാവിലെ ഹരിപ്പാട് നിന്ന് ഒരു ഞെട്ടിക്കുന്ന വാർത്തയാണ് കേട്ടത്. തലേന്ന് വൈകുന്നേരം വരെ വീട്ടുമുറ്റത്ത് കണ്ട ഒരു മനുഷ്യൻ വീടിനകത്ത് കൊല്ലപ്പെട്ട് കിടക്കുന്നു. അതും നഗ്നനായി, കൈകാലുകൾ കൂട്ടി ബന്ധിക്കപ്പെട്ടിരിക്കുന്നു. ഒരു ദിവസം കഴിഞ്ഞ് ചൊവ്വാഴ്ച രാവിലെ പുറത്തു വന്ന വാർത്ത നാടിനെ മൊത്തം ഞെട്ടിക്കുന്നതായിരുന്നു. 65 വയസ്സുള്ള മനുഷ്യനെ കൊലപ്പെടുത്തുവാൻ എല്ലാ ആസൂത്രണവും നടത്തിയത് കൊച്ചുമകൾ 13കാരി. നിങ്ങൾക്ക് ബൈക്കും എനിക്ക് ഐഫോണും എന്ന പെൺകുട്ടിയുടെ ഓഫറിൽ മയങ്ങി കൊല നടത്താൻ എത്തിയത് 15, 16, 17 വയസ്സുള്ള പെൺകുട്ടിയുടെ ആൺ സുഹൃത്തുക്കൾ. പക്ഷേ പെൺകുട്ടിയുടെ അമിത ആത്മവിശ്വാസം പ്രതികളെ എല്ലാവരെയും 24 മണിക്കൂറിനകം നിയമത്തിന് മുന്നിൽ കൊണ്ടുവരാൻ പോലീസിനെ സഹായിച്ചു. കൊല്ലത്ത് നിന്ന് ട്രെയിൻ മാർഗം ഹരിപ്പാടെത്തി പ്രൊഫഷണൽ കില്ലർമാരെ പോലും തോൽപ്പിക്കുന്ന രീതിയിൽ കൊലപാതകം നടത്തി പ്രതികൾ തിരികെ പോയി. സിനിമകളാണ് കൊലപാതകത്തിന് ശേഷം മുളകുപൊടി വിതറാനും പ്രചോദനമായതെന്ന് പ്രതികൾ പറയുന്നു. ആഡംബര ജീവിതം നയിക്കുകയായിരുന്നു മുത്തച്ഛനെയും കൊന്ന് സ്വർണവും പണവും തട്ടിയെടുക്കുന്നതിലൂടെ കുറ്റവാളികൾ ലക്ഷ്യമിട്ടത്. പക്ഷേ കൗമാരക്കാരിയായ പെൺകുട്ടിയുടെ അമിത ആത്മവിശ്വാസവും പെരുമാറ്റങ്ങളും 65കാരനെ കൊലപ്പെടുത്താനുള്ള ആസൂത്രണവും തന്ത്രങ്ങളും മണിക്കൂറുകൾക്കകം പൊളിച്ചു. കൊല്ലം പരവൂർ സ്വദേശിയായ ഇപ്പോൾ കരുവാറ്റയിൽ വാടകയ്ക്ക് താമസിക്കുന്ന ശിവൻകുട്ടി ചെട്ടിയാർ എന്ന 65കാരനെയാണ് വീടിനുള്ളിൽ കൊല്ലപ്പെട്ട നിലയിൽ കാണുന്നത്. ശനിയാഴ്ച വൈകുന്നേരം ശിവൻകുട്ടിയെ വീടിന് പുറത്ത് അയൽവാസികൾ കണ്ടിട്ടുണ്ടായിരുന്നു. തിങ്കളാഴ്ച രാവിലെ ഈ 13 വയസ്സുകാരി അയൽവാസി ജോഷിയുടെ വീട്ടിൽ വന്നു പറഞ്ഞു, കതകിൽ മുട്ടിയിട്ടും വിളിച്ചിട്ടും മുത്തച്ഛൻ വാതിൽ തുറക്കുന്നില്ല, അതുകൊണ്ട് അങ്കിൾ എൻ്റെ കൂടെ ഒന്ന് വരുമോ എന്ന്. ശിവൻകുട്ടി എങ്ങോട്ടെങ്കിലും പോയി കാണുമെന്ന് ജോഷി പറഞ്ഞപ്പോൾ ചെരുപ്പും സൈക്കിളും അവിടെ ഉണ്ട് എന്നായിരുന്നു ആ പെൺകുട്ടി പറഞ്ഞത്. ഉടൻ തന്നെ ജോഷിയും സമീപത്ത് വീടുപണിയിൽ ഏർപ്പെട്ട തൊഴിലാളികളും എത്തി കതകിൽ മുട്ടി വിളിച്ചു നോക്കി. മറുപടിയില്ലാത്തതിനാൽ അടുക്കള വാതിലിൻ്റെ ഗ്രിൽ തകർത്ത് അകത്ത് കയറിയപ്പോഴാണ് കിടക്കവിരി ഉപയോഗിച്ച് കയ്യും കാലും കൂട്ടിക്കെട്ടി ചുരുണ്ടുകൂടി കിടക്കുന്ന രീതിയിൽ ഡെഡ് ബോഡി കാണുന്നത്. ഇത് കണ്ട് അലമുറയിട്ട പെൺകുട്ടി വീട്ടുജോലിക്കെത്തിയ ബംഗാളികൾ കൊന്നതാണ് എന്ന് വിളിച്ചു പറഞ്ഞു. ചെമ്മീൻ വളഞ്ഞു കിടക്കുന്നത് പോലെ ആയിരുന്നു എന്നാണ് ആദ്യം ഡെഡ് ബോഡി കണ്ട ആളുകൾ പറയുന്നത്. 2 കൈയും കൂട്ടിക്കെട്ടി അവ മുട്ടിനടിയിലൂടെ കയറ്റി കയറിട്ട് പിറകിൽ കൂടി വരിഞ്ഞു മുറുക്കി കെട്ടിയിരുന്നു. വായിൽ നിന്നും മൂക്കിൽ നിന്നും രക്തം വന്ന നിലയിലായിരുന്നു. വസ്ത്രമൊന്നും ഉണ്ടായിരുന്നില്ല എന്നും അയൽവാസികൾ പറഞ്ഞു. സംഭവം അറിഞ്ഞ് നാട്ടുകാർ തടിച്ചുകൂടി. പോലീസ് എത്തി ഡെഡ് ബോഡി പോസ്റ്റ്മോർട്ടത്തിനായി കൊണ്ടുപോയി. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ഞെട്ടിക്കുന്നതായിരുന്നു. കൊല്ലപ്പെടുന്നതിന് മുമ്പ് ശിവൻകുട്ടി ക്രൂരമർദ്ദനത്തിന് ഇരയായി. തലയ്ക്ക് ശക്തമായ അടിയേറ്റിട്ടുണ്ട്. ഇതേ തുടർന്ന് തലച്ചോറിൽ ആന്തരിക രക്തസ്രാവം ഉണ്ടായി. അബോധാവസ്ഥയിലായ ശേഷം ശ്വാസം മുട്ടിച്ചാണ് കൊലപ്പെടുത്തിയിരിക്കുന്നത്. താടിയെല്ലിന് മുകളിലേക്ക് ആഴത്തിലുള്ള പരുക്കുകളുണ്ട്. കരുതിക്കൂട്ടിയുള്ള കൊലപാതകമാണ് എന്ന് പോലീസിന് ഈ സംഭവസ്ഥലം സന്ദർശിച്ചപ്പോൾ തന്നെ മനസ്സിലായി. തുടക്കം മുതൽ തന്നെ പ്രൊഫഷണലായ ആരും അല്ല കൊലപാതകിയെന്നും വീട്ടിലുള്ള ആരുടെയോ സഹായം കൊലപാതകത്തിന് ലഭിച്ചിട്ടുണ്ട് എന്ന് പോലീസ് മനസ്സിലാക്കി. ഇതര സംസ്ഥാന തൊഴിലാളികളായിരിക്കുമോ എന്ന സംശയം പോലീസിനുണ്ടായിരുന്നു. എങ്കിലും സമാന്തരമായി മറ്റൊരു അന്വേഷണം കൂടി പോലീസ് നടത്തുന്നുണ്ടായിരുന്നു. ഇതാണ് 13 വയസ്സുകാരിയായ പേരക്കുട്ടിയിലേക്ക് ഈ അന്വേഷണം എത്തിച്ചത്. 13കാരിയുടെ മൊഴിയിലെ വൈരുദ്ധ്യങ്ങളാണ് കേസിന് എളുപ്പത്തിൽ തുമ്പുണ്ടാക്കിയത്. മുത്തച്ഛൻ മരിച്ചു കിടക്കുമ്പോഴും സ്കൂളിൽ പോകണമെന്ന പെൺകുട്ടിയുടെ വാശി നാട്ടുകാരിലും പോലീസിലും സംശയമുണ്ടാക്കി.
പെൺകുട്ടി സ്ഥലത്ത് നിന്ന് മാറാനും എന്തൊക്കെയോ മറച്ചുവെക്കാൻ ശ്രമിക്കുന്നുണ്ടെന്നും പോലീസിനും നാട്ടുകാർക്കും തോന്നി. എല്ലാ സാധ്യതകളും പരിശോധിക്കുമ്പോൾ തന്നെ പല സംഘങ്ങളായി പിരിഞ്ഞ് അടുത്ത ബന്ധുക്കളെയും പുറത്തുള്ളവരെയും കേന്ദ്രീകരിച്ച് അന്വേഷണം നടത്തി. തുടർന്നാണ് ഈ 13 വയസ്സുകാരിയുടെ മൊഴിയെടുത്തത്. പക്ഷേ മൊഴിയിലെ പൊരുത്തക്കേടുകൾ കാരണം പെൺകുട്ടിയെക്കുറിച്ച് പോലീസിൻ്റെ മറ്റൊരു സംഘം സമാന്തരമായി ഒരു അന്വേഷണം നടത്തി. ഇതിലാണ് കൊലപാതകത്തിൽ പെൺകുട്ടിയുടെ പങ്ക് വ്യക്തമായത്. കൊല നടന്ന ശേഷവും പെൺകുട്ടി വിവരങ്ങളെല്ലാം കാമുകനെയും സുഹൃത്തുക്കളെയും അറിയിക്കുന്നുണ്ടായിരുന്നു. പെൺകുട്ടിയുടെ മൊഴിയെടുത്തതടക്കം പ്രതികൾ അപ്പോൾ തന്നെ കാര്യങ്ങൾ അറിഞ്ഞു. ഇതിനിടയിലാണ് പോലീസ് വന്ന് ഫോൺ വാങ്ങിയത്. ഇതോടെ താൻ പിടിക്കപ്പെടുമെന്ന് പെൺകുട്ടി മനസ്സിലാക്കി. ഒരിക്കലും കുടുങ്ങില്ല എന്ന ആത്മവിശ്വാസത്തിലായിരുന്നു ആ പെൺകുട്ടി. അതുകൊണ്ട് തന്നെ കേസിൽ നിർണായകമായ തെളിവുകളൊന്നും ആ പെൺകുട്ടി ഡിലീറ്റ് ചെയ്തതുമില്ലായിരുന്നു. പ്രതികളായ ആൺകുട്ടികളുമായുള്ള ഫോൺ വിളികളും ചാറ്റുകളുമെല്ലാം ആ ഫോണിൽ ഉണ്ടായിരുന്നു. കരുവാറ്റയിലെ വീടിൻ്റെ ലൊക്കേഷൻ അയച്ചതും കുറ്റാരോപിതരായവർ കൊല്ലത്ത് നിന്നും വരുന്ന വഴി നടത്തിയ ഫോൺ വിളികളുടെ വിശദാംശങ്ങൾ എല്ലാം പോലീസിന് ആ ഫോണിൽ നിന്ന് കിട്ടി. പെൺകുട്ടി കൊലപാതകം തത്സമയം കണ്ടു എന്ന് പോലീസിന് മനസ്സിലായതും അങ്ങനെയാണ്. പെൺകുട്ടിക്ക് ഒന്നിലധികം സുഹൃത്തുക്കൾ ഉണ്ടെന്ന് ഫോണിൽ നിന്ന് പോലീസിന് മനസ്സിലായി. ഇവരിൽ ചിലർക്ക് മാത്രമാണ് കൊലപാതകത്തെക്കുറിച്ച് അറിവുണ്ടായിരുന്നത്. കുട്ടിയുമായി ബന്ധമുണ്ടായിരുന്ന എല്ലാവരെയും പോലീസ് വിളിക്കുകയും അവരിൽ നിന്ന് വിവരങ്ങൾ ചോദിച്ചറിയുകയും ചെയ്തു. പെൺകുട്ടിയുടെ സുഹൃത്തുക്കൾക്ക് 15, 16, 17 ആണ് പ്രായം. 3 പേരും ഒരുമിച്ച് പഠിച്ചവരല്ല. പക്ഷേ നാട്ടിൽ മറ്റു പല വിദ്യാർത്ഥികൾക്കുമൊപ്പം ഒത്തുകൂടി പരിചയക്കാരായവരാണ്. കൊല്ലത്ത് താമസിച്ചിരുന്ന സമയം പഠനകാലത്താണ് കാമുകനായ പ്രതിയെ പരിചയപ്പെടുന്നത്. ഇൻസ്റ്റഗ്രാം വഴിയുള്ള ബന്ധമാണെന്നാണ് പറയുന്നത്. കുടുംബം ഈ ബന്ധം വിലക്കിയിട്ടും ഇവർ തമ്മിലുള്ള സൗഹൃദം തുടർന്നു. ആലപ്പുഴയിലേക്ക് മാറിയതിനു ശേഷവും ഈ ബന്ധം തുടർന്നതായിട്ടാണ് വിവരം. ശിവൻകുട്ടിയുടെ മകളുടെ ആദ്യത്തെ വിവാഹത്തിലുള്ള കുട്ടിയാണ് ഈ 13 വയസ്സുകാരി. ആദ്യ വിവാഹം വേർപെടുത്തിയതിനു ശേഷം ശിവൻകുട്ടിയുടെ മകൾ രണ്ടാമത് വിവാഹിതയായി. രണ്ടാം ഭർത്താവ് വിദേശത്താണ്. ഈ മകൾക്കായി കരുവാറ്റയിൽ പുതിയ വീട് നിർമ്മാണം നടക്കുന്നത് കൊണ്ടാണ് കുടുംബം കൊല്ലത്ത് നിന്ന് ഇങ്ങോട്ടത്തേക്ക് താമസം മാറിയത്. പക്ഷേ ഈ 13കാരി അടുത്ത കാലം വരെ പിതാവിനൊപ്പം പരവൂരിൽ കല്ലുമൂട്ടിലായിരുന്നു താമസം. ഈ സമയത്താണ് പ്രതികളായ കൗമാരക്കാരെ പെൺകുട്ടി പരിചയപ്പെടുന്നത്. പിതാവിൻ്റെ അമ്മ മരിച്ചതോടെ കല്ലുമൂട്ടിലെ വീട്ടിലോട്ട് വരുന്നത് കുറഞ്ഞിരുന്നു. വീട്ടിൽ വൈകിയെത്തുന്നതിനെയും അമിതമായി ഫോൺ ഉപയോഗിക്കുന്നതിനെയും ശിവൻകുട്ടി നിരന്തരം വഴക്കു പറഞ്ഞിരുന്നതായി പെൺകുട്ടി പോലീസിനോട് പറഞ്ഞു. ഇതിൽ പെൺകുട്ടിക്ക് മുത്തച്ഛനോട് വൈരാഗ്യം ഉണ്ടായിരുന്നു. ഇതിനു പുറമെ പെൺകുട്ടി പറയുന്നത് മുത്തച്ഛൻ തന്നെ ബാഡ് ടച്ച് ചെയ്തു എന്നാണ്. ഇക്കാര്യം പെൺകുട്ടി കാമുകനോട് പറയുകയും ചെയ്തിട്ടുണ്ട്. മുത്തച്ഛനെ കൊല്ലണമെന്ന വാശി കാമുകനോട് പ്രകടിപ്പിക്കുകയും ചെയ്തു. അങ്ങനെയാണ് കാമുകനും സുഹൃത്തുക്കളും അവരുടെ എല്ലാവരുടെയും സഹായത്തോടെ കൊലപാതകം നടത്തിയതും പദ്ധതി ആസൂത്രണം ചെയ്തതും എല്ലാം. വീട്ടിൽ മറ്റാരും ഇല്ല എന്ന വിവരവും സ്വർണം എവിടെയാണ് സൂക്ഷിച്ചിരിക്കുന്നത് എന്നുള്ള വിവരവും ഈ പെൺകുട്ടിയാണ് പ്രതികൾക്ക് പറഞ്ഞു കൊടുത്തത്. സ്വർണവും പണവും മോഷ്ടിച്ച് ഐഫോണും ബൈക്കും വാങ്ങാമെന്ന് പറഞ്ഞ് പ്രലോഭിപ്പിച്ചാണ് ഈ പെൺകുട്ടി പ്രതികളെ വീട്ടിലോട്ട് വിളിച്ചു വരുത്തിയത്. പ്രതികളിൽ 2 പേരാണ് ആദ്യം വീടിനകത്ത് കയറുന്നത്. കട്ടിലിൽ ഉറങ്ങിക്കിടന്ന ശിവൻകുട്ടിയെ ഇവർ കിടക്കവിരി കൊണ്ട് കെട്ടിയിട്ട ശേഷം ആക്രമിക്കുകയായിരുന്നു. പിന്നാലെ മുൻവാതിൽ തുറന്ന് സംഘത്തിലെ 3ാമനെയും അകത്ത് കയറ്റി. തുടർന്ന് 3 പേരും ചേർന്നാണ് ശിവൻകുട്ടിയെ കൊലപ്പെടുത്തിയതെന്നാണ് പോലീസ് പറയുന്നത്. അതേസമയം തന്നെ ഈ ശിവൻകുട്ടി
ഈ പ്രതികളുടെ ശബ്ദം കേട്ട് എഴുന്നേറ്റ് വന്നപ്പോഴാണ് കൊലപാതകം നടത്തിയത് എന്നൊരു കഥയും പുറത്തു വരുന്നുണ്ട്. സ്വർണവും പണവും എടുത്ത് 2 പേർ മുൻവാതിലിലൂടെ പുറത്തിറങ്ങി. മൂന്നാമൻ മുൻവാതിൽ അകത്തു നിന്ന് അടച്ച ശേഷം കയറിയതുപോലെ തന്നെ പുറത്തേക്കിറങ്ങി. ഈ സംഭവങ്ങളെല്ലാം പെൺകുട്ടി വീഡിയോ കോളിലൂടെ കണ്ടിരുന്നു. കൊലയ്ക്കും മോഷണത്തിനും ശേഷം വീട്ടിലെ മുളകുപൊടി വിതറിയ അവർ ശൗചാലയത്തിന് പുറത്തും ദ്രവരൂപത്തിലുള്ള രാസവസ്തുക്കൾ തളിച്ചിട്ടു പോയി. പ്ലാസ്റ്റിക് കുപ്പികളിലാണ് രാസവസ്തുക്കൾ കൊണ്ടുവന്നത്. ഈ കുപ്പികൾ ശൗചാലയത്തിൻ്റെ പുറത്തു നിന്ന് പോലീസ് കണ്ടെടുത്തിട്ടുണ്ട്. ആസ്പെറ്റോസ് ഷീറ്റ് പൊട്ടിയതാണ് പ്രതികൾ എങ്ങനെയാണ് അകത്തോട്ട് കയറിയത് എന്ന് പോലീസ് മനസ്സിലാക്കുന്നത്. പെൺകുട്ടിയിൽ നിന്ന് എല്ലാ തെളിവുകളും ശേഖരിച്ച് അറസ്റ്റ് ചെയ്യാൻ എത്തിയപ്പോഴും പെൺകുട്ടിയുടെ ഈ ക്രിമിനൽ സുഹൃത്തുക്കൾ പോലീസിനെ നേരിട്ടത് ഒരു ഭാവവ്യത്യാസവും ഇല്ലാതെയാണ്. എന്നാൽ സ്വന്തം മക്കൾ കൊലപാതകം ചെയ്യില്ല എന്ന് പറഞ്ഞ് പോലീസിനോട് വാദിച്ചു കൊണ്ടിരുന്ന മാതാപിതാക്കൾ പോലീസ് തെളിവുകളെല്ലാം കാണിച്ചപ്പോൾ ഞെട്ടിപ്പോയി. പോലീസിൻ്റെ ചോദ്യങ്ങൾക്കെല്ലാം ഉത്തരം 3 പേരും നൽകുകയും ചെയ്തു. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് അറസ്റ്റ് അടക്കമുള്ള കാര്യങ്ങൾ നടന്നു. കൊലപാതകം നടന്നതിന് പിറ്റേ ദിവസം 2 വട്ടം ഈ പെൺകുട്ടി വാടക വീട്ടിലെത്തി നോക്കിയിരുന്നു. ഈ വരവിൽ സമീപത്തെ കടയിൽ കയറി പലഹാരങ്ങൾ വാങ്ങുകയും ചെയ്തിരുന്നു. പിന്നീട് ഈ പെൺകുട്ടി തന്നെയാണ് മുത്തച്ഛനെ കാണുന്നില്ല എന്നും വാതിൽ തുറക്കുന്നില്ല എന്നും അയൽവാസികളോട് പറഞ്ഞത്. പക്ഷേ 16-ന് പെൺകുട്ടി വീടിനടുത്തുള്ള കടയിൽ എത്തിയിരുന്നതായി കടയിലെ സ്ത്രീ പറയുന്നു. കൂടെ ചെറിയ 2 ആൺകുട്ടികളും ഉണ്ടായിരുന്നു. സാധാരണ കടയിലേക്ക് കയറാറുള്ള പെൺകുട്ടി അന്ന് കടയിലോട്ട് കയറുകയോ തനിക്ക് മുഖം തിരിയുകയോ ചെയ്തില്ല എന്നാണ് കട ഉടമ പറയുന്നത്. 2 ആൺകുട്ടികളാണ് കടയിൽ വന്നത്. എന്നിട്ട് പൊട്ടറ്റോ ചിപ്സ് വാങ്ങിക്കുകയും ചെയ്തു. മുത്തച്ഛൻ മരിച്ചു കിടക്കുമ്പോൾ തന്നെ പെൺകുട്ടി ഓണപരീക്ഷയാണ്, തനിക്ക് നിർബന്ധമായി പോകണമെന്ന് പറഞ്ഞ് സ്കൂളിൽ പോകാൻ യൂണിഫോമും ധരിച്ച് ഇറങ്ങിയപ്പോൾ ആ കുട്ടിയെ അതിൽ നിന്ന് പിന്തിരിപ്പിച്ചത് ഈ കടയുടമയാണ്. കൊലപാതകത്തിൽ പെൺകുട്ടിയാണ് ബുദ്ധികേന്ദ്രം എന്ന് അറിഞ്ഞതോടെ എല്ലാവരും ഞെട്ടിയിരിക്കുകയാണ്. പ്രായപൂർത്തിയാകാത്തവരാണ് കുറ്റാരോപിതരെങ്കിലും ആസൂത്രണം മുതിർന്നവരെ പോലെയാണെന്ന് ജില്ലാ പോലീസ് മേധാവി പറഞ്ഞു. പ്രതികൾക്കെതിരെ കടുത്ത നടപടികളുമായി മുന്നോട്ടു പോകുമെന്നാണ് പോലീസ് പറയുന്നത്. ഈ വിഷയത്തിൽ എന്താണ് നിങ്ങളുടെ അഭിപ്രായമെന്ന് താഴെ കമൻറ്റായി രേഖപ്പെടുത്തണം കേട്ടോ. പിന്നെ എൻ്റെ വീഡിയോസൊക്കെ ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയും ലൈക്ക് ചെയ്യുകയും കമൻറ്റ് ചെയ്യുകയും ഹൈപ്പ് ചെയ്യുകയും കൂടി വേണം കേട്ടോ. അപ്പോൾ മറ്റൊരു വിഷയവുമായി നമുക്ക് പിന്നെ കാണാം.